ശാന്തതയും സൗന്ദര്യവും ഒത്തുചേർന്ന ഒരു കൊച്ചു ഗ്രാമം. കണ്ണൂർ ജില്ലയിലെ കേളകത്തിനടുത്തുള്ള ഇരട്ടത്തോട്. വില്ലേജ് ഫുഡ് ഹണ്ടിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് സഞ്ചരിക്കാൻ പോകുന്നത് ഈ കൊച്ചു ഗ്രാമത്തിലൂടെയാണ്. മലനിരകളും പച്ചപ്പും നിറഞ്ഞ താഴ്വരകളും കൊണ്ട് ഈ ഗ്രാമം പ്രകൃതി ഭംഗിയുടെ ഒരു നേർക്കാഴ്ചയാണ്. ബാവേലി പുഴയാണ് ഇരട്ടത്തോടിന്റെ മറ്റൊരു മനോഹരമായ കാഴ്ച. തെളിനീർ ഒഴുകുന്ന ബാവേലി പുഴ ഇരട്ടത്തോടിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ഇരട്ടത്തോടിന്റെ സൗന്ദര്യം ഇവിടുത്തെ പ്രകൃതിയിൽ മാത്രമല്ല, ഇവിടുത്തെ ആളുകളുടെ മനസ്സുകളിലുമുണ്ട്. സ്നേഹവും ആതിഥ്യ മര്യാദയും നിറഞ്ഞ ഇവിടുത്തെ ഓരോ വ്യക്തിയും ഈ ഗ്രാമത്തിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. നമസ്കാരം, ഞാൻ എബി. നമ്മളിന്ന് ബെഞ്ചാരിയുടെ വില്ലേജ് ഫുഡ് ഹണ്ടിന്റെ ഭാഗമായിട്ട് ഇരട്ടത്തോടാണുള്ളത്. നമ്മുടെ രാധാന്റിയുടെ വീട്ടിലാണുള്ളത്. നമുക്ക് രാധാന്റി എന്നൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രാധാന്റിയെ വിളിക്കാം. സുഖമായിട്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ രാധാന്റിയുടെ വീട്. പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത് ചെറുതായിട്ട് ഇപ്പൊ ഞാനൊരു ചെമ്പരത്തി ജ്യൂസ് ആക്കാനാണ് ഞാനിത് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചേക്കുന്നത്. ഇത് ഒരുമാതിരിക്കാർക്കൊക്കെ അറിയായിരിക്കാം, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിട്ട് കുടിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടി തരാമെന്നുള്ള രീതിയിൽ ഇന്ന് ഞാനിത് ഇറക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കുടിച്ചു നോക്കുക കേട്ടോ. ഇത് ഞാൻ ഇത് ചെമ്പരത്തി, അഞ്ചലി ചെമ്പരത്തിയാണ് എടുക്കുന്നത്. അത് ഞെട്ടും ഇതും കളഞ്ഞിട്ട് തിളപ്പിക്കുക. ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഊറ്റിയെടുത്താൽ മതി. ഇങ്ങനെ ഊറ്റിയെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഇഷ്ടമുള്ളവർക്ക് പൊതിനച്ചപ്പ് ഇടാം, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിടാം, ചെറുനാരങ്ങ ഇങ്ങോട്ട് കൂട്ടി ഒഴിപ്പിച്ച് നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് ഐസ് ക്യൂബ് ഇടുക. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് പകർത്തുക, കുടിക്കുക. ലളിതമായ പരിപാടി. ഈ ചെമ്പരത്തി ജ്യൂസ് കുടിക്കുന്നത് അത് ആരോഗ്യപരമായിട്ട് നല്ലതാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ നല്ലതുമാണത്. ചെമ്പരത്തി, അഞ്ചലി ചെമ്പരത്തി. അത് കുറെ മരുന്നുകൾക്ക്, ആയുർവേദ മരുന്നുകളില്ലേ, അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അതിന്റെ പൂവാണ് അഞ്ചലി. അത് നല്ലതാണ്. അത് കണ്ടാൽ അയ്യോ അങ്ങനെ പറഞ്ഞില്ല. പിന്നെ ഇതിന്റെ കളർ കാണുമ്പോ തന്നെ കൊച്ചു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭംഗിയാണ്. നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇനി ഒഴിക്കണം. ഒഴിക്കുമ്പോ ഇതെല്ലാക്കുമ്പോ നല്ലതായിരിക്കും. ഗ്ലാസ്സിലേക്ക് പകർത്തിക്കാൻ തരാം. ഇതുകൂടി ഇതാക്കട്ടെ കേട്ടോ. ഇതൊരു കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം. ചിലർക്ക് ഇഞ്ചിയുടെ ഇത് എത്ര ഇഷ്ടമാവില്ല. അതിന് ചെറിയ കഷ്ണമായാലും ചതച്ച് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യും. ചെറുനാരങ്ങ തുള്ളി, ഇത് നമുക്ക് വെറുതെ നുറുക്കിയിടാട്ടെ. അതൊക്കെ ഓരോരുത്തർ അല്ല മനെ ഇത് പൊടിനി പറഞ്ഞ പോലെ നല്ലൊരു നമ്മള് ദാഹത്തെ ഒക്കെ എടുക്കുന്നത്. അത് കലക്കി വെച്ചിരുന്നു. അങ്ങനെ നോക്കിക്കാൻ കുറവാണെങ്കിലും കുഴപ്പമില്ല. എന്നാ ഗ്ലാസ്സിലേക്ക് പകർത്തട്ടെ. നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം. അത് പൊതിനച്ചപ്പ് ഇഞ്ചിയുടെ ഒക്കെ ഇത് കാണുമല്ലോ, അത് കാരണം കേട്ടോ. കാണാൻ നല്ലൊരു ഭംഗി, കാണാൻ തന്നെ നല്ലൊരു കളറ്. നമുക്ക് ഒരു സ്ട്രോയും കൂടി ഇട്ടിട്ട് കുടിച്ചു നോക്കാം. പിന്നെ ഒരു ഗ്ലാസ് കുടിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് അടിപൊളിയായിക്കോട്ടെ. ആയിക്കോട്ടെ, നമുക്ക് അകത്ത് പൊട്ടി. കുടിക്കും. എന്നിട്ട് അഭിപ്രായം പറയാം. പിന്നെ ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ ഈ സാധനം ലൈഫിൽ ആദ്യമായിട്ട് കുടിച്ചത്. ഞാൻ സംഭവം കേൾക്കുന്ന രാധായിട്ട് പറയുമ്പോഴാണ് കുടിച്ചിട്ട് അഭിപ്രായം. സംഭവം അടിപൊളിയാണ്. രാധാജി പറഞ്ഞ പോലെ തന്നെ
ടേസ്റ്റ് ഉണ്ട്. ഈ ചൂടിന് അടിപൊളിയാണ്. ഒരു തണുപ്പുണ്ട് ഇത് കൂടി. അതെ അതെ, ഇഞ്ചിയുടെ ഒരു ടേസ്റ്റും പുതിനയും എല്ലാം കൂടെ വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ രാവിലെ 7:30 എന്റെ ഭക്ഷണം കഴിക്കണം. രാവിലെ എണീച്ചാൽ കുറച്ച് നേരം എക്സർസൈസ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ ആക്കും. ഇങ്ങനെ ചൂടോടെ കഴിക്കുന്നത് ഇത് പറഞ്ഞാൽ അതൊരു ആരോഗ്യത്തിന് നല്ലത്. അതെ, അത് കഴിക്കും. പിന്നെ ഞാനിപ്പോ ഞാൻ ഇന്ന് കഴിച്ചത് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് കഴിച്ചു നോക്കിയാൽ നമുക്ക് പുതിയ പരീക്ഷണം. അത് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഇഷ്ടപ്പെട്ട പലഹാരം, ഈ പറഞ്ഞ പോലെ എന്നെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് അത് റവക്കൂട്ട്. കഴിച്ചു നോക്കിയെടുത്തോ. ഇത് ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള പുട്ടാന്ന് തോന്നുന്നല്ലേ? ക്യാരറ്റ് പുട്ട്. ക്യാരറ്റ് നമ്മൾ ചിരണ്ടി നന്നായിട്ട് കഴുകിട്ട് ഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് അത് തേങ്ങ റവയും കൂടി ഇട്ടിട്ട് അത് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഉപ്പുനീര് മാത്രം മതി. അന്നേരത്തേക്ക് റവയിലെ വെള്ളവും അന്നേരം നല്ല ഇത് നമ്മൾ കുഴച്ചിട്ട്, അതായത് ഇത് 3 സാധനം മതി: റവ, തേങ്ങ, ക്യാരറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ഉപ്പ് വെള്ളം പാകത്ത് ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചാൽ മതി. അതായത് ഇതെല്ലാത്തിനും വെള്ളമുള്ള സാധനമല്ലേ, ക്യാരറ്റിനും വെള്ളം, തേങ്ങയിലും വെള്ളം. എന്നിട്ടത് നമ്മൾ പാകത്തിന് പുട്ടിനാക്കുന്ന പോലെ ആക്കിയിട്ട് കുറ്റിയിലിട്ട് വേവിക്കാം. മറ്റേ പുട്ടുണ്ടാക്കുന്ന അടിപൊളി സംഭവമാണ്. പെട്ടെന്ന് കൂട്ട് ഓരോന്ന് ആദ്യം പരീക്ഷ നോക്കും. അന്നേരം എനിക്ക് ഇഷ്ടമാണ്. വീണ്ടും വീണ്ടും അതാണ് കഴിച്ചിട്ട് അഭിപ്രായം. രണ്ടത് കഴിഞ്ഞതാണ്. ഞാനൊരു ചെറിയ ആയിക്കോട്ടെ. പഴം എടുത്തോ. പഴം ഇച്ചിരി പഴുത്ത് പോയി കേട്ടോ. പഞ്ചസാരാണ് മോനെ. പുട്ടും പഴം അടിപൊളി. ഞാനും അതെ. കഴിക്കുക, അത് കഴിക്കാം. അത് കഴിച്ചു വെക്കാം. എന്നിട്ട് മോന്റെ അഭിപ്രായം കേട്ടിട്ടാണ് ഫുഡെല്ലാം കാണാൻ തന്നെ അടിപൊളിയാണ്. സന്തോഷം. അത് കഴിച്ച അഭിപ്രായം പറഞ്ഞിട്ട് ആദ്യം കഴിക്കാം. ഓക്കെ, അടിപൊളി. എന്നാ അത് മുഴുവൻ കഴിക്കാം. ഫുഡ് കഴിക്കണം. നമുക്ക് വേറെ കറിയുടെ പഴത്തിന്റെ ഒന്നും. അതെ അതെ. ഈ സംഭവം ഇങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കണം കേട്ടോ. ഞാൻ ഇടക്കിടക്ക് ഇതുപോലെ ഇനി പുതിയ പരീക്ഷണങ്ങൾ വേറെ എന്തൊക്കെ ക്യാൻറ്റീൻ ഉണ്ടാക്കുന്നത്? വേറെ ഇനി പറഞ്ഞ അതിന്റെ ഇത് പോയി. അതെ, സർപ്രൈസ് ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റേ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കുന്ന അത് പിന്നെ ഇപ്പൊ എല്ലായിടത്തും തന്നെ ആയിട്ടുണ്ട്. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അത് ഒന്നും എന്റെ കണ്ടുപിടുത്തല്ല മോനെ, ഇത് പറയുന്ന കേട്ട് ഞാൻ പരീക്ഷിച്ച് നോക്കും. സംഭവം ഉണ്ടെങ്കിൽ ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവുമല്ലോ. അത് പിന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയത് മോനെ. എന്റെ അച്ഛന് ഹോട്ടലിൽ ചായക്കടിയായിരുന്നു. അത് പിന്നെ എല്ലാവർക്കും തന്നെ കിട്ടിയില്ല, കേരളത്തിൽ. പിന്നെ കുറെ ഹൽവകള് ഇതൊക്കെ പിന്നെ ഹൽവ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ ഉണ്ടാക്കും ഞാൻ. എല്ലാം കൊണ്ടുണ്ടാക്കും. ക്യാരറ്റ്, ബീട്രൂട്ട്, ഇങ്ങനെ പാചകരത്നം ആയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ പിടിച്ചു വെക്കാം. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നീ രണ്ടും ഇഷ്ടപ്പെട്ടു. ജ്യൂസ് ഇഷ്ടപ്പെട്ടു, പുട്ട് ഇഷ്ടപ്പെട്ടല്ലേ? അത് നമ്മൾ കഴിക്കുമ്പോ അതങ്ങനെ കൊടുക്കുമ്പോഴെന്നല്ല, കഴിക്കുന്നവർ പറയുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തി. നല്ലൊരു അഭിപ്രായം വരുമ്പോൾ നമുക്ക് നല്ലൊരു ഇഷ്ടം. നമ്മളുണ്ടാക്കി ഫുഡ് വേറെ അഭിപ്രായം മനസ്സിലായി. അത് ഭംഗിക്ക് വേണ്ടി പറയുകയും ചെയ്തു, സത്യസന്ധമായിട്ട് നന്നായിട്ട് നമുക്ക് തെറ്റ് തിരുത്താൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഇതിലൊരു പോരായ്മ ഉണ്ടെന്നെങ്കിലോ അല്ലെങ്കിൽ അതിനകത്ത് അതിന് കുറവുണ്ടെന്നൊക്കെ പറയും, ആന്റി ഇതിനകത്ത് ഇത്ര കുറവായി, ഇത്ര കൂടിപ്പോയി, ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ശ്രദ്ധിക്കും. അതെനിക്ക് ഇഷ്ടമല്ല. എന്ത് കാര്യം തുറന്ന് പറയാം, നേരത്തെ നേരെ പറയാം. നേരത്തെ നേരെ പറയാം. ഇടയ്ക്കിടയ്ക്ക് വരും ഇതുപോലെ. ഇനിയും പുതിയ ഫുഡുകളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ വിളിക്കണം. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വില്ലേജ് ഫുഡ് ഹണ്ടിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.